നമസ്കാരം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ 20,000-ൽ ചാഞ്ചാടി കളിച്ചുകൊണ്ടിരുന്ന സ്വർണമാണ് ഒരൊറ്റയടിക്ക് ലക്ഷവും കടന്നു പാഞ്ഞത്. അതോടെ മഞ്ഞലോഹത്തോടുള്ള മലയാളികളുടെ മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയത് മുതൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തലക്കെട്ടുണ്ട്: സ്വർണത്തിന്റെ വില കുത്തനെ കുറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് 30,000-ലേക്ക് സ്വർണ്ണവില എന്ന്. പക്ഷെ അതൊരു സ്വപ്നമായി തന്നെ കാലങ്ങളോളം ഇനി നിലനിൽക്കും. ഇനിയൊരു മടക്കം സ്വർണ്ണവിലയ്ക്ക് അസാധ്യമാണ്. ആഭരണപ്രേമികളുടെ ചങ്കിൽ തീ കോരിയിട്ട് സ്വർണ്ണവിലയുടെ മുന്നേറ്റം തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 13,475 രൂപയിലെത്തി. പവൻ വില 1000 രൂപ കൂടി 1,07,800 രൂപ. ഇന്നലെ പവന് 2,480 രൂപ വർദ്ധിച്ചിരുന്നു. 3 ദിവസത്തിനിടെ പവന് 4,560 രൂപ വർദ്ധിച്ചു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില മാറിയതോടെയാണ് കേരളത്തിലെയും മാറ്റം. ഇറാൻ US സംഘർഷത്തിന് അയവ് വന്നതും US ഫെഡറൽ റിസർവ് കടുത്ത പലിശ വർധനയിലേക്ക് കടന്നേക്കില്ല എന്നുമുള്ള റിപ്പോർട്ടുകളാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയെ കയറ്റിയത്. ഇന്നലെ പുറത്തു വന്ന US തൊഴിൽ കണക്കുകളാണ് ഇതിൽ നിർണായകം. US-ൽ ജൂണിലെ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞതോടെ പലിശ ഉയർത്തൽ തീരുമാനം ഫെഡ് വൈകിപ്പിച്ചേക്കുമെന്ന പ്രതീക്ഷ ശക്തമായി. ഇത് അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് കുറച്ചു. മറ്റു കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് കൂടുതൽ എളുപ്പമായി. ഡിമാൻഡ് കൂടി, അതോടെ സ്വർണ്ണവിലയും കൂടി. പലിശ നിരക്ക് ഉയർത്താത്തത് സ്വർണത്തിന്റെ ഡിമാൻഡിലും കാര്യമായ മാറ്റമുണ്ടാക്കി. ഇന്നലെ മുതൽ വലിയ വാങ്ങൽ താല്പര്യം സ്വർണത്തിൽ പ്രകടമാണ്. കേന്ദ്ര ബാങ്കുകളും സ്വർണം കൂടുതലായി വാങ്ങുന്നുണ്ട്. ഇതോടെ സ്വർണ്ണവില അടുത്ത ദിവസങ്ങളിലും ഉയരുമെന്നാണ് മിക്ക അനലിസ്റ്റുകളും കരുതുന്നത്. എന്നാൽ ഔൺസിന് 3,750-ലേക്ക് ഇടിഞ്ഞ ശേഷം സ്വർണത്തിൽ റാലി പ്രതീക്ഷിച്ചാൽ മതിയെന്ന് കരുതുന്നവരുമുണ്ട്. ഇന്നലെ ഔൺസിന് $4,050 ലെവലിൽ നിന്ന സ്വർണം US തൊഴിൽ കണക്കുകൾ പുറത്തു വന്നതോടെ കുതിച്ചു. ഔൺസിന് $4,145 വരെ കയറിയ സ്വർണം $4,123 ക്ലോസ് ചെയ്തു. ഇന്ന് $4,193 വരെ ഉയർന്നുവെങ്കിലും നിലവിൽ $4,180 വിൽപ്പന. വെള്ളിവില 3% ഉയർന്ന ഔൺസിന് $62.51. സ്വർണ്ണ ഇറക്കുമതി തീരുവ 6-ൽ നിന്ന് 15% ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഇക്കൊല്ലത്തിന്റെ രണ്ടാം പകുതിയിൽ സ്വർണത്തിന്റെ ഡിമാൻഡിനെ ബാധിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ മുന്നറിയിപ്പുമുണ്ട്. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗത്തിൽ 50,000 മുതൽ 60,000 കിലോ വരെ കുറവുണ്ടാകും. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% കുറവാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിൽ ഡിമാൻഡ് കുറയുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ സ്വർണ്ണവിലയെ ബാധിക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡിനെ ബാധിക്കാൻ ഈ കാരണങ്ങൾക്ക് കഴിയില്ല. പുതിയ സ്വർണം വാങ്ങാനുള്ള ചെലവ് കൂടുന്നതോടെ രാജ്യത്ത് സ്വർണ്ണ റീസൈക്ലിംഗ് മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നും കൗൺസിൽ വിലയിരുത്തുന്നുണ്ട്. സ്വർണ്ണവിലയ്ക്കൊപ്പം ആഭരണം വാങ്ങാനുള്ള വിലയും ഉയർന്നു. ഇന്നത്തെ വിലയിൽ കേരളത്തിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലിയും നികുതിയും ഹോൾമാർക്കിംഗ് ചാർജുകളും ചേർത്ത് 1.22 ലക്ഷം രൂപയെങ്കിലും നൽകണം. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ആഭരണങ്ങളുടെ പണിക്കൂലിയിലും വിലയിലും മാറ്റമുണ്ടാകും. കേരളത്തിൽ സാധാരണ 3 മുതൽ 30% വരെയാണ് പണിക്കൂലി ഈടാക്കുന്നത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 11,130 രൂപയിലുമെത്തി. ചില ജ്വല്ലറികളിൽ ഗ്രാമിന് 11,075 രൂപയ്ക്കും 18 കാരറ്റ് സ്വർണം വിൽക്കുന്നുണ്ട്. വെള്ളി വില ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 250 രൂപയിലുമെത്തി. ഇനി സ്വർണത്തിന് ഒരു മടങ്ങിവരവ് അസാധ്യമാണ് എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്.